കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായി? ഞാൻ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളാണെന്ന് അങ്ങേക്കറിയാം. രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ, UDF ജയിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഉറപ്പായി പോകും. രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. ഉറപ്പായി ചെയ്യും. ഈ സ്ത്രീകൾക്ക് കുറെ കൂടെ സീറ്റ് കൊടുക്കണമായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഒരു വല്ലാതെ പ്രയാസം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്കുപൊട്ടിൻ്റെ തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. ഇപ്പോൾ 7ാം തവണ ജനവിധി തേടുന്നു. ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ ആസ്പെക്റ്റുകളൊന്ന് വിലയിരുത്താൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നെഗറ്റീവായ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. അതാണ്, കുറച്ച് ദിവസം കൂടി വേണമായിരുന്നു. യഥാർത്ഥത്തിലൊരു എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം കൂടി പ്രചരണം നടത്താൻ കുറച്ച് ദിവസം കൂടി ചെയ്തിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം കനത്ത ചൂടാണ്. അതെ, ഭയങ്കര ചൂടാണ്. സ്ഥാനാർത്ഥികളെല്ലാം വല്ലാതെ പ്രയാസപ്പെടുകയാണ്, പ്രവർത്തകർ പ്രയാസപ്പെടുകയാണ്. അനുകൂലമായ കാര്യം ഞങ്ങളുടെ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ സർക്കാരിനെതിരായിട്ട് അതിശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. സർക്കാരിനെതിരായ അതിശക്തമായൊരു പ്രതിഷേധമുണ്ട്. ഞങ്ങൾ അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഞങ്ങൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് സർക്കാർ പരാജയപ്പെട്ടതെന്ന് ഞങ്ങൾ പറഞ്ഞത്, അവിടെയെല്ലാം ഞങ്ങൾ ബദൽ നിർദ്ദേശങ്ങളുണ്ടാക്കി. അപ്പോൾ എവിടെയാണ് ഗവൺമെൻറ് പരാജയപ്പെട്ടത് അവിടെ കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾക്ക് ബദൽ നിർദ്ദേശങ്ങളും ബദൽ പരിപാടികളുണ്ട്. അതാണ് ഞാനൊരു വളരെ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം. അതാണ് ഈ പ്രാവശ്യം. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെയുള്ള വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞ 100 സീറ്റ്, അത് ഇപ്പോഴും അതിന് ഞാൻ ഉറച്ചു നിൽക്കുകയാണത്. കാരണം അതിനകത്തൊരു 2 കാരണങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, 2001 ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ഈ സമീപകാലത്ത് 99+1 100 സീറ്റ്. അതിനുശേഷം 2005 മുതൽ ഞങ്ങൾക്ക് കുറേ ക്ഷീണമുണ്ടായി. ഇലക്ട്രൽ ആസ്പെക്റ്റിൽ കുറേ ക്ഷീണമുണ്ടായി. ഞങ്ങൾ 2011 അധികാരത്തിൽ വന്നെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലാണ് വന്നത്. ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് വിഭാഗങ്ങൾ ഞങ്ങളിൽ നിന്ന് പതിയെ വിട്ടുപോയി ഞങ്ങളുടെ. അപ്പോൾ ഞാൻ 2021 ഞാൻ ഈ സാധനം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, എല്ലാവരും വളരെ ഡീമോറലൈസ്ഡ് ആയിരുന്നു. എല്ലാവരും ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഈ മുന്നണിക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. നമ്മൾ നന്നായി ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് അന്ന് തന്നെ നടത്തി. എന്താണ് നമ്മുടെ കുറവ് എന്ന് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ ഒരു 4-4.5 വർഷം അതിനുവേണ്ടി നന്നായി വർക്ക് ചെയ്തു. ഈ 2005 മുതൽ 2021 വരെയുള്ള ഒരു 10-15 വർഷക്കാലം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരു 90% സോഷ്യൽ ഗ്രൂപ്പുകളെ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. ആ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ വിജയമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്തത്. രണ്ടാമത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല, ഒരു ഓളമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പ്രൊഫഷണലായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തൃക്കാക്കരയിൽ 12,000 ഭൂരിപക്ഷത്തിന് PT തോമസ് ജയിച്ചെടുത്ത് 25,000 വോട്ടിന് ഞങ്ങൾ ജയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മാസം ക്യാമ്പ് ചെയ്താണ് തൃക്കാക്കരയിൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനായ ഒരാൾ ജയിച്ച 9,000 വോട്ട് ജയിച്ച സീറ്റിൽ ഞങ്ങൾ 37,000 വോട്ടിന് ജയിച്ചു. പാലക്കാട് ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ 3,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 18,000 വോട്ടിന് ജയിച്ചു. ചേലക്കരയിൽ മാത്രമാണ് ഞങ്ങൾ തോറ്റത്. അത് LDFൻ്റെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 12,000 ആക്കി. LDF വിജയിച്ച നിലമ്പൂരിൽ 3,000-ൽ നിന്ന് അത് 11,000 ആക്കി. ആ ഒരു സീക്വൻസാണത്. പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഭൂരിപക്ഷം കൂട്ടി 18 സീറ്റ് ജയിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വെല്ലുവിളി, കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ 2010 മാത്രമാണ് ഞങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടായത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. ബാക്കി എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പുറയിലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ വിഷൻ 25 ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി നന്നായി വർക്ക് ചെയ്ത്. എനിക്കായിരുന്നു എൻ്റെ ചുമതല. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി. അതിൻ്റെ ഇടയിൽ നടന്ന ലോക്കൽ ബോഡിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടായിരുന്നു. 15 ഉപതെരഞ്ഞെടുപ്പുകൾ ഗ്രൂപ്പായി 15ഉം 20 സീറ്റുകൾ നടന്നതിലൊക്കെ ഞങ്ങൾക്കൊരു എഡ്ജ് ഉണ്ടായി. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ, ഒരു സ്ഥലത്തും ഞങ്ങൾ പുറയിലേക്ക് പോയില്ല, എല്ലായിടത്തും ഉണ്ടായി. പണ്ട് അതില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇടക്കാലത്ത് വെച്ചത് അത് പോരായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് മുന്നൊരുക്കങ്ങൾ, ഈ സീക്വൻസായി വരുന്ന ഈ വിജയങ്ങൾ, അതിഭയങ്കരമായ ഗവൺമെൻറ്റിനെതിരായ അതിശക്തമായ പ്രതിഷേധം കൂടി വന്നപ്പോൾ ഞങ്ങൾക്കിതെല്ലാ ഘടകങ്ങളും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ 100+ പറഞ്ഞത്. താങ്കളൊരു ഇലക്ഷൻ എക്സ്പേർട്ടാണ്. കാരണം നമ്മൾ തൃക്കാക്കര, പുതുപ്പള്ളി, നിലമ്പൂർ, പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട്. ഇപ്പോൾ
വടക്കൻ കേരളം പുതിയ സർവേ അനുസരിച്ച് 38 സീറ്റ് വരെയാണ് പറയുന്നത്. പക്ഷേ തെക്കൻ കേരളവും മധ്യ കേരളവും എങ്ങനെയായിരിക്കും? മധ്യ കേരളത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞൊരു ഘടകം, ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥലമാണ് മധ്യ കേരളം. മധ്യ കേരളത്തിൽ ഭയങ്കര റിസൾട്ടായിരിക്കും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പത്തനംതിട്ട ഈ ജില്ലാ പഞ്ചായത്തിലേക്കാണ് കുറേ കൂടെ പൊളിറ്റിക്കലായിട്ട് ഇലക്ഷൻ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കോട്ടയത്തും മാണി ഗ്രൂപ്പും CPM കൂടി കൂടിയ പിന്നെ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ആ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വലിയ മാർജിനിൽ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ശരിയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ 28-ൽ 25 സീറ്റാണ് എറണാകുളത്ത് കിട്ടിയത് ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ ഈ 4 സീറ്റുകൾ 4 ജില്ലകളിലും അതിഭയങ്കരമായ ഒരു തിരിച്ചുവരവുണ്ട്. ഇടുക്കിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റുകൾ, പ്രാവശ്യം 5 ജയിക്കും. പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റില്ല, 5 ജയിക്കും. ഇവിടെ 3-4 സീറ്റേ ഉള്ളൂ കോട്ടയത്ത്, അത് ഇരട്ടിയാവും സീറ്റ് കോട്ടയത്തെ ഈ പ്രാവശ്യത്തെ സീറ്റ്. പിന്നെ മലബാറിൽ അറിയാമല്ലോ, മലബാറിൽ വലിയ വ്യത്യാസമുണ്ട്. തെക്കൻ കേരളത്തിൽ ഞങ്ങൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഇമ്പ്രൂവ് ചെയ്യും. ഈ തിരുവനന്തപുരം ജില്ല ഇതൊക്കെ പറയുമ്പോഴും ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾക്ക് 1 വോട്ടിനാണ് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. റൂറൽ ജില്ലയിൽ ഞങ്ങൾക്ക് വലിയ മാറ്റമാണ്. അത് സിറ്റിയിൽ ഞങ്ങളുടെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു MLA ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് 8 വരെ MLAമാർ 8-9 വരെ MLAമാർ പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കളി. നിയമം കഴക്കൂട്ടം ചില സീറ്റുകൾ ടൈറ്റ് ഉണ്ട് അവിടെ. ഞാൻ സീറ്റിൻ്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷെ നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അത് ഇമ്പ്രൂവ് ചെയ്ത് അവസാനം ഒരു LDF UDF മത്സരം വരുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ. അതുപോലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി ഈ 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് അല്ലേ? അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റല്ല, ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഇടുക്കി ജില്ലയിൽ 5 സീറ്റും തിരിച്ചു പിടിക്കും. അവിടുത്തെ ഇക്വേഷൻ മാറി. അവിടെ വേറെ ഒരുപാട് ജില്ലാ തലത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇടുക്കി ജില്ലയിൽ ഫോക്കസ് ഉണ്ട്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളുണ്ട്, അത് ഈ ഗവൺമെൻറ് വഷളാക്കി ഭൂമി പ്രശ്നങ്ങളെല്ലാം. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടെന്ന് ഇടുക്കിയിലെ ജനങ്ങൾക്ക് അറിയാം. ഞങ്ങളവിടെ അത്തരം വിഷയങ്ങളിലൊക്കെ ഗൗരവമായി 1 കൊല്ലം മുമ്പേ ഇടപെട്ട് ആ ഭൂമി പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ വലിയൊരു സെമിനാർ വെച്ച് ആ മുഴുവൻ ആളുകളും, ആ ജില്ലയിലുള്ള എല്ലാ ഒരു ക്രോസ് സെക്ഷൻ ആളുകൾ വന്ന് അതിൽ പങ്കെടുത്ത് അതിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ ലീഗൽ സ്ക്രൂട്ടിനി നടത്തി UDF വന്നാൽ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പക്ഷേ ഇടുക്കി റോഷി ഒരു കരുത്തനല്ലേ? അല്ല, അദ്ദേഹം 25 വർഷമായിട്ട് അവിടെ MLA ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഭയങ്കര ചാലഞ്ചാണ്, വലിയ വെല്ലുവിളിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു അല്ലാതെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട്. ഈ ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പിന്നെ എല്ലായിടത്തുമുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം UDF ആണ്. ഈ ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് പലരും വന്നു എന്ന് പറഞ്ഞു, പക്ഷേ ജോസ് കെ മാണി വിഭാഗം വരാൻ കൂട്ടാക്കിയില്ല, അല്ലെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അല്ല, അവർ അവിടെ തൃപ്തരായിരിക്കും അവിടെ. അതെ, ഞങ്ങൾക്ക് ആരുടെയും പുറകെ നടന്ന് ആരെയും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമില്ല. ഇപ്പം ഞാൻ പറയാമല്ലോ, അവരില്ലാതെ തന്നെ ഞങ്ങളവിടെ നല്ല വിജയം നേടിയിട്ടുണ്ട്. ചർച്ച നടത്തിയിരുന്നോ? അല്ല, ഞാനത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല ചില കാര്യങ്ങൾ, അതുകൊണ്ട് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ പാല ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ശക്തമായിട്ട് നടക്കുന്നു. ഒന്നുമില്ല, പാലായിലെ മാനസി കാപ്പൻ വലിയ മാർജിനിൽ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 14,000 വോട്ടിനാണ് ജയിച്ചത്, ഇപ്രാവശ്യവും നല്ല മാർജിനിൽ ജയിക്കും. അതുപോലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, താങ്കളും മുഖ്യമന്ത്രിയും തമ്മിൽ ശക്തമായി കടന്നാക്രമിക്കുന്നു. മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ കടന്നാക്രമിക്കാൻ തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ CPM, LDF എന്ന് ഞാൻ പറയുന്നില്ല, CPM കഴിഞ്ഞ 6 മാസമായിട്ട് എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മുഴുവൻ അവരുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ മുഴുവൻ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ഞാനത് നന്നായി ആസ്വദിക്കുകയും ചെയ്തു. കാരണം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ച് അവസാനം എൻ്റെ PR വർക്ക് CPM ചെയ്യുന്ന രീതിയിലേക്ക് പോയി. എനിക്ക് വേറെ ജോലി ചെയ്യേണ്ട. കാരണം അവർ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാനാണ്. കാരണം ഞങ്ങളിടുന്നതല്ല, CPM ഹാൻഡിൽസ് ഇടുന്നതാണ്. ഇട്ടിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ വികൃതമാക്കി AI ഉപയോഗിച്ചിട്ട്. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ പേടിക്കുന്ന മുഖമൊന്നും എനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിൽ AI ഒക്കെ ഉപയോഗിച്ച് എൻ്റെ കണ്ണൊക്കെ വികൃതമാക്കിയിട്ടൊക്കെ ഒരുപാട് ചെയ്തു. അത് ചില ആളുകളുടെ നേതൃത്വത്തിൽ 20 അവരിവിടെ വന്ന് ഇപ്പോൾ പറവൂര് വന്ന് അവരൊരു ആളുകളെ വിളിച്ചു, CPM ആളുകളെ വിളിച്ചു, വർക്കേഴ്സ് എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ തീരുമാനം CPM പ്രതിപക്ഷ നേതാവിനെതിരായി 20 കാർഡും 10 റീലും എല്ലാ ദിവസവും ഇടണമെന്നാണ്, നിങ്ങളത് വ്യാപകമായി പ്രചരിപ്പിച്ചോളാൻ പറഞ്ഞു. പറവൂര് പിന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പലരും ഞാനുമായിട്ട് നല്ല അടുത്ത ബന്ധം പുലർത്തുന്നവരായതുകൊണ്ട് അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങി തന്നെ അപ്പം തന്നെ എന്നോട് പറഞ്ഞു,
പ്രത്യേകിച്ച് ഈ നുണയുടെ ടാഗ് ലൈൻ വെച്ചിട്ടാണ് താങ്കളെ അറ്റാക്ക് ചെയ്യുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഭൂമി പ്രശ്നങ്ങൾ, ലോട്ടറി വിഷയം, ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു. എൻ്റെ ഒരു പ്ലസ് ആയിട്ട് മാധ്യമപ്രവർത്തകരും ഒരു പബ്ലിക്കും കരുതിയിരുന്നത് ഞാൻ അറിയാത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കില്ല, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടേ ചെയ്യുള്ളൂ, ഞാൻ നന്നായി ജോലി ചെയ്യുന്ന ഒരാളാണ്, നന്നായി പഠിക്കും. ഇപ്പോൾ ലീഗലായിട്ടുള്ളൊരു വിഷയം വന്നാൽ പോലും ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ് ഹൈക്കോർട്ടിൽ, എങ്കിലും ഞാൻ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സീനിയർ ലോയറോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് എനിക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് വന്നിട്ട് ഞാൻ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്നെ അങ്ങനെയാണ് ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും എന്നെ അസസ് ചെയ്തിരുന്നത് ഞാൻ നന്നായിട്ട് ഗൃഹപാഠം ചെയ്ത് നന്നായി ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളെന്നാണ്. അങ്ങേക്ക് ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ ഒരു ഇമേജ് ഒരാളുടെ തകർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്ന മുഴുവൻ നുണയാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഈ സിനിമയിൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ ശങ്കരാടി ചേട്ടൻ പറയുമല്ലോ, അവനൊന്നും പറ്റിയില്ലെങ്കിൽ അവനെ പെണ്ണുകേസിപ്പെടുത്തണമെന്ന് പറയല്ലോ. എന്നെ അതിൽ പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പ്രൂവ് ചെയ്തു എന്നെ നുണേശൻ എന്ന് പറയുന്നവർ, പക്ഷേ യഥാർത്ഥത്തിൽ നുണറായിയാണ് എന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്തു. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പോൾ ആരാ നുണ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു RSSമായിട്ട് ഒരു കാലത്തും ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊണ്ടുവന്നു, RSSമായിട്ട് ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലം പാലിക്കുന്ന ഒരാളുമാണ് മുഖ്യമന്ത്രി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പം നുണേശനല്ല നുണറായി ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ എൻ്റെ തെളിവുണ്ട്. ശരിക്കും എത്രമാത്രം പൈസ പിരിച്ചു അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട് വയനാട്ടിലെ വീടുകളുടെ കാര്യം? അല്ല, എന്താണെന്നറിയോ, വയനാട്ടിലെ വീടുകളുടെ കാര്യത്തിലുണ്ടായ സംഭവം വളരെ കൃത്യമാണ്. ഇതിപ്പോൾ ഇവരൊരു നെറേറ്റീവായിട്ട് പറയാം. ഒരു കൊല്ലം പിടിച്ചു സർക്കാർ ഭൂമി ഏറ്റെടുക്കാം. ഓക്കെ. അപ്പം ഞങ്ങളുമായി നിരന്തരമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് സ്ഥലം തരുമെന്നാണ് അവിടെ വീട് വെക്കാൻ, 100 വീട് വെക്കാനുള്ള പണം ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവർ അവസാനം പറഞ്ഞു ആർക്കും പ്രത്യേകിച്ചില്ല, കോമൺ പൂളിലേക്ക് ഇടണമെന്ന്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകം വെക്കണം. ലീഗ് ഇത് മനസ്സിലാക്കി നേരത്തെ പോയി സ്ഥലം മേടിച്ചു. ഞങ്ങൾ ഈ ഒരു കൊല്ലം സർക്കാർ ഒരു കൊല്ലം സ്ഥലം മേടിക്കാൻ എടുത്തപ്പോൾ ഞങ്ങൾ എടുത്തത് 4 മാസമാണ്. ഞങ്ങൾ സ്ഥലം മേടിച്ചു, അതിനോടനുബന്ധിച്ച് വേറൊരു സ്ഥലവും കൂടി ഇപ്പോൾ അടുത്ത് തന്നെ രജിസ്ട്രേഷൻ ആവും. ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത്രയുള്ള സംഭവം ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടു, രാഹുൽ ഗാന്ധി വന്ന് ഇട്ടു, ഞങ്ങളതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. നമ്മൾ ആപ്പ് വെച്ചിട്ടാണ് പൈസ കളക്ട് ചെയ്തത്. എത്ര കോടി രൂപ? അല്ല, അത് എനിക്ക് വെളിപ്പെടുത്താൻ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലെ നമ്മളൊരു കണക്ക് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പൈസ എടുക്കാൻ പറ്റില്ല ആർക്കും, കാരണം ഒരു ആപ്പ് വഴിയാണ് അതിൻ്റെ അകത്ത് പൈസ കളക്ട് ചെയ്തിരിക്കുന്നത്, ത്രൂ ബാങ്കാണ് എല്ലാം. അപ്പം ഞങ്ങൾ വീട് പണി എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കേണ്ടത്. ഇടയ്ക്ക് വന്ന് CPM ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹാജരാക്കണം എന്തിനാ? ഞങ്ങൾ അവരെന്ന് ചോദിച്ചേക്കണ പൈസ അല്ലല്ലോ. ഇടയ്ക്ക് വന്ന് വരവ് ചെലവ് കണക്ക് ചോദിക്കാൻ CPM, ഇറ്റ് ഈസ് എ പ്രോജക്റ്റ്. സ്ഥലം മേടിച്ച് കെട്ടിടം പണി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എത്ര വരവുണ്ടായി, എത്ര ബാങ്കിലൂടെ കിട്ടി, എത്ര അല്ലാതെ കിട്ടിയെന്ന് പറയും. അതിൽ KPCC പ്രസിഡന്റിൻ്റെയും എൻ്റെയും പേരിൽ ജോയിൻ്റ് അക്കൗണ്ടാണ്. എനിക്കറിയാതെ വിഡ്രോ ചെയ്തേക്കുന്നത്. ഒന്ന് ആപ്പുകാർക്ക് അവരുടെ ചിലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എടുത്തോളൂ. ബാക്കിയെല്ലാം ഇപ്പോഴാണ് ആദ്യമായിട്ട് ചെക്ക് എഴുതുന്നത്. KPCC പ്രസിഡന്റ് സുധാകരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെക്ക് മാത്രമേ എഴുതി, ഞാനും കൂടെ ഒപ്പിട്ടാലേ ചെക്ക് പോവുള്ളൂ. ഇപ്പോഴത്തെ ചെക്ക് ഒപ്പിട്ടത് എല്ലാം സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കാണ്. ചെക്ക് ഒപ്പിട്ടിട്ട് അതാണ് മറ്റേ നമ്മൾ ബയ്യറല്ലേ, അവർക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചെക്കാണ് ഒപ്പിട്ട് കൃത്യമായിട്ട് കണക്കുള്ള കേസാണ്. അതിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ബാങ്കിലാണ് പൈസ വന്നേക്കുന്നത്. ബാങ്കിൽ വന്ന പൈസയ്ക്ക് എത്ര പൈസ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്തതിൻ്റെ കണക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണക്ക് വയ്ക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് കണക്കോ? ഇത് വീട്ടിലെ കാര്യമൊന്നുമല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യമല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരവ് ചെലവ് കണക്ക് പബ്ലിക്കിനോട് പറയും. SDPI ബന്ധം ശക്തമായ നിലപാടാണ് താങ്കൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ജമാഅത്തയുടെ നിലപാട്, ജമാഅത്തയോടുള്ള ഒരു നിലപാടിൽ അല്ല, ഞങ്ങൾ വളരെ സിമ്പിളാണ് ഈ കാര്യത്തിൽ. കാരണം വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് 2019 ഇലക്ഷനിൽ തൊട്ട് പിന്തുണയുണ്ട്. ആ പിന്തുണ അവർ കണ്ടിന്യൂ ചെയ്തു. ഈ ബൈ ഇലക്ഷൻസൊക്കെ വന്നപ്പോൾ കണ്ടിന്യൂ ചെയ്തു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്താണ്, 4 പതിറ്റാണ്ട് അവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ സെക്യുലറായിരുന്നു, അവരെക്കുറിച്ചൊരു പരാതിയില്ല CPMന്. പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ, ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ്, ദേശാഭിമാനി എഡിറ്റോറിയലിൻ്റെ സർട്ടിഫിക്കറ്റ്. അവർ LDFൻ്റെ പിന്തുണ 4 പതിറ്റാണ്ട് കൊടുത്തത് മാറി. ഇപ്പം ഞാൻ 5 തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുമ്പോൾ അവർ എനിക്കെതിരായിട്ട് LDF കാൻഡിഡേറ്റിനാണ്.
അപ്പം എൻ്റെ കടുത്ത മത്സരം നടക്കുന്ന 2016-ലും 2011-ലൊക്കെ അവർ LDF സ്ഥാനാർത്ഥിക്കാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ UDFിലില്ല, അവർ അതിൻ്റെ അസോസിയേറ്റ് മെമ്പറല്ല, അവർ മുന്നണിക്ക് പുറത്താണ് നിൽക്കുന്നത്. അതിൽ ഞങ്ങൾ ഒന്നും കണ്ടില്ല. പക്ഷേ SDPI പിന്തുണ കൊടുത്തപ്പോൾ SDPI ഒരുപാട് അവർക്കെതിരായിട്ട് ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് ആരോപണങ്ങളുണ്ട്, ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, അല്ലേ? കൈവെട്ട് കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കെതിരെ. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി ഒരു മുന്നണി ഒരു തീരുമാനം എടുക്കണം, ആ പിന്തുണ വേണ്ട. ഞാൻ ചോദിക്കട്ടെ ബിജു, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ? അതിനൊരു ആർജവം വേണ്ടേ? തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞങ്ങളത് ചെയ്തു. ഈ വെൽഫെയർ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ഈ കേരളം മുഴുവൻ 6 മാസമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പിണറായി വിജയനും CPM-ഉം. അപ്പോൾ അവരെവിടെ ചെന്ന് എത്തി നിൽക്കുന്ന SDPI കൂട്ടുകെട്ടിലെത്തിക്കും. അതിൻ്റെ ഇടയിൽ PDP സപ്പോർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, വെൽഫെയർ പാർട്ടിയാണ് കമ്മ്യൂണൽ പാർട്ടി, PDP ആണ് കമ്മ്യൂണൽ പാർട്ടി ആണോ? ഒരു പ്രശ്നമില്ല, ആർക്കുമില്ല, മാധ്യമങ്ങൾക്കുമില്ല. മാധ്യമങ്ങൾക്ക് ആഘോഷമില്ല PDP പിന്തുണ പ്രഖ്യാപിച്ചത്. ഒരു ആഘോഷമില്ല മാധ്യമങ്ങൾക്ക്. PDP വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് LDFിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ആഘോഷം. അപ്പം അതൊക്കെ ഒരു പൊളിറ്റിക്കലായിട്ട് CPM-നെ സഹായിക്കാൻ വേണ്ടി സാധനം. ഇപ്പം എവിടെ പോയി നിൽക്കുന്നത്? അപ്പം അവരുടെ കാപട്യമാണ്, ഹിപ്പോക്രസിയാണ്. ആ കാപട്യമാണ്, മുഖ്യമന്ത്രിയുടെ കാപട്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാലക്കാട് തൃശ്ശൂർ വന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരാമർശിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ യൂത്തിനെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരിങ്ങനെ വളർത്തിക്കൊണ്ട്, നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സെക്കൻഡ് റോയെ, ഒരു തേർഡ് റോയെ വളർത്തിയെടുക്കാൻ വലിയ പങ്ക് കഴിഞ്ഞ 5 വർഷം വഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, മിടുക്കരായിട്ടുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. അവർ നല്ല കഴിവുള്ള ഞാൻ പറയാറുണ്ടല്ല, എന്നെയും ബൈപ്പാസ് ചെയ്ത് പോകുമായിരുന്നു വലിയ കാലമില്ലാതെ. അത്രയും മിടുക്കരായിട്ടുള്ള ആളല്ല, നല്ലൊരു ടീമാണുള്ളത്. അതിലൊരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ ഞങ്ങളത് ഗൗരവതരമായി ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ടീമായി എടുത്ത തീരുമാനം എല്ലാവരും അത് പറയണം. ഞാൻ അവസാനം എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടുകൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരായിട്ടുണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് സാധാരണ എങ്ങനെ, നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. ഈ സോഷ്യൽ മീഡിയ എങ്ങോട്ടാണ് പോകുന്നത്? സോഷ്യൽ മീഡിയ എന്താ ചെയ്യുന്നത്? ഈ തീരുമാനമെടുത്ത ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ വന്നത് അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു. പക്ഷേ ഈ പ്രധാനമന്ത്രി ആക്ഷേപിച്ചാണ് എനിക്ക് ചിരി വന്നത്. കാരണം ആ ഗുസ്തിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു MP, അദ്ദേഹത്തിൻ്റെ BJP പാർലമെൻ്ററി പാർട്ടിയിലെ MP, പേര് ഞാൻ മറന്നു, ബ്രിജ് ഭൂഷൺ എന്ന് പറഞ്ഞാൽ ആ MPക്കെതിരായി എത്ര സ്ത്രീകളാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഈ നരേന്ദ്രമോദി നാണമില്ലാതെ വന്ന് തൃശ്ശൂരിൽ വന്ന് ഈ പാലക്കാടത്തെ MLA-യുടെ കാര്യം പറയുന്ന ആൾ എന്തെങ്കിലും നടപടി എടുത്തോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. അപ്പം ഇവർക്കൊക്കെ പറയാൻ എന്താണ്? വന്നങ്ങ് പറയാണ്. ഒരു വിരല് ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ആരുടെ നേരെ ചൂണ്ടുന്നത്? ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ നടപടിയെടുത്ത ഞങ്ങളുടെ പാർട്ടിക്ക് നേരെ ചൂണ്ടുമ്പോൾ നടപടിയെടുക്കാത്ത ഈ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് 4 വിരലും നേരെ ചൂണ്ടുവാണ്. എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായ ഒരു അവകാശമില്ല നരേന്ദ്രമോദിക്ക്. ബ്രിജ് ഭൂഷൺ എന്നാണ് ഒറ്റ വാക്കിൽ മറുപടി. നരേന്ദ്രമോദിക്കുള്ള മറുപടി ബ്രിജ് ഭൂഷൺ എന്നാണ്. വാസ്തവത്തിൽ ഈ പാലക്കാടൊക്കെ താങ്കളുടെ വാത്സല്യം ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ജയിപ്പിക്കാനും ഒരു യൂത്തിനെ പൊക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ. പക്ഷേ ഈ കേസൊക്കെ ഒരു വേദനാജനകമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്കുപൊട്ടിൻ്റെ തീരുമാനം എടുത്തെന്ന് പറയുന്നത് വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ്, അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല.
ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു പാളിച്ച സംഭവിക്കുന്നുണ്ടോ? അതല്ലല്ലോ, നമുക്ക് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ അവരുടെ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുവോ, കള്ളു കുടിക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കങ്ങനെ ആരെപ്പറ്റിയും അവരുടെ ജാതകമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുന്നത് അവർ മിടുക്കരാണോ, അവർ കഴിവുള്ളവരാണോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണോ, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നല്ലേ നോക്കുള്ളൂ. അതൊക്കെ നമുക്ക് പറയണ്ട, അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എത്ര ഇനി ഒരു തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ കേസ്? വരട്ടെ, പൊളിറ്റിക്സ് അല്ലേ, വരട്ടെ. നമ്മളൊന്നിനും ഒരു അവസാനം ഇല്ലല്ലോ. മൂന്നാമത്തെ തവണ കോൺഗ്രസ് ശക്തമായൊരു പോരാട്ടത്തിന് ഇപ്പോൾ 2 തവണ LDF വിജയിച്ചു. ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്കും അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് UDF നും. അതെ, ഈ ഒരു ഘട്ടത്തിൽ ഈ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ KS സുധാകരൻ, PJ കുര്യനൊക്കെ ഈ മുഖ്യമന്ത്രി ഇന്നയാളാകണം അല്ലെ രമേശ് ചെന്നിത്തലയാകണം എന്ന് പറഞ്ഞൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു. വാസ്തവത്തിൽ ഇവരൊക്കെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് അധികാര സ്ഥാനങ്ങൾ ഇരുന്നവരാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ മുതിർന്ന നേതാക്കളെ കുറിച്ചൊന്നും ഒരു കമൻറ്റും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം ഇതിനൊരു രീതിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയെ അവർ തീരുമാനിക്കില്ല നേരത്തെ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കർണാടകയിൽ നമ്മൾ ജയിച്ചു, അവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത്. സിദ്ധരാമയ്യജിയെ പ്രഖ്യാപിച്ചത്, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിജിയെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. ഇവിടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നേതാക്കൾ തമ്മിൽ അതെല്ലാം പരസ്പരം ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം നല്ല ധാരണയിലാണ് പോകുന്നത്. ഞങ്ങൾ നേതൃത്വം നിരന്തരമായി ഇന്നും രാവിലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു. 2-3 പ്രാവശ്യം പരസ്പരം എല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. എല്ലാ ആളുകളും തമ്മിൽ. ഇപ്പോൾ KPCC പ്രസിഡന്റ് KC വേണുഗോപാൽ 3 പ്രാവശ്യം ഞാനായിട്ട് ഇന്ന് സംസാരിച്ചിരുന്നു. രമേശ് ചെന്നിത്തല 4 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടാണ് പോകുന്നത്. പല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ കൂടി ചോദിച്ചിട്ട് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റൊക്കെ പറയുന്നത് അതിലൊരു വേറൊരു മെസ്സേജ് പോവും. ഞാൻ പക്ഷേ മുതിർന്ന നേതാക്കളായതുകൊണ്ട് ഞാൻ കമൻ്റൊന്നും പറയുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ്. എന്നോടൊരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചു, UDF ജയിച്ചില്ലെങ്കിലോ? അപ്പോൾ ഞാൻ 100 സീറ്റിലധികം UDF സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ UDF ജയിച്ചില്ലെങ്കിൽ? ഞാൻ പറഞ്ഞു ഉറപ്പായി പോകും. കാരണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ആ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അത് എൻ്റെ കൂടെ പരാജയമാണ്. കൂടുതൽ ഉത്തരവാദിത്തം എനിക്കാണ് ആ തോൽവിയിൽ. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. വനവാസം എന്ന് പറഞ്ഞ വാക്കിനൊരു ഇതാണ്, രാഷ്ട്രീയ വനവാസം എന്നാണ്. പൊളിറ്റിക്കൽ എക്സൈൽ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ മലയാളമാണ് രാഷ്ട്രീയ വനവാസം. എന്ന് വെച്ചാൽ കാട്ടിപ്പോകുന്നതല്ലല്ലോ, പൊളിറ്റിക്സിൽ നിന്ന് മാറും. പിന്നെ ഞാൻ ഉണ്ടാവില്ല. അത് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു തീരുമാനമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആ ഉത്തരവാദിത്തം പിന്നെ എന്തിനാണ് നമ്മൾ പരാജയമാണ്. നമ്മൾ ഇത്രയും 5 വർഷക്കാലം ചെയ്ത നമ്മുടെ കഠിനാധ്വാനം, നമ്മൾ ചെയ്ത ഈ വർക്ക് ജയിക്കണമല്ലോ. അതിനല്ലേ പാർട്ടി ഉത്തരവാദിത്തത്തോടു കൂടി നമ്മളെ ഒരു സ്ഥാനം ഏൽപ്പിച്ചത്. നമ്മളതിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്തിനാ കടിച്ചു തൂങ്ങണം? പിന്നെ കടിച്ചു തൂങ്ങാൻ ഞാനുണ്ടാവില്ല. ഞാനത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനം എല്ലാമാണ് അല്ലേ? ഒരു നേതാവും അങ്ങനെ ഒരു ഞാനങ്ങനെ എന്നോട് അത് ഒരു വെല്ലുവിളിയായി എന്നോട് ചോദിച്ചതാണ്. എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലേ. ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൊണ്ടായിരിക്കും, എനിക്കങ്ങനെ തോന്നി. എൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നെൻ്റെ കോൺഫിഡൻസ് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞത്. എത്തിയില്ലെങ്കിൽ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഇത് പറഞ്ഞു പോകും. രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് ഉറപ്പായി. VD സതീശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ പറയുന്നത് വാക്കുകളുടെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. നമ്മൾ പറയുന്ന വാക്കുകളുടെ വിശ്വാസ്യതയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഞാനതൊരിക്കലും കളയില്ല. ആരോടും സ്വകാര്യ ജീവിതത്തിലും ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ കൊടുക്കില്ല. എനിക്ക് ഇഷ്ടം പോലെ കടം കിട്ടും, ഇഷ്ടം പോലെ. ഞാൻ എമൗണ്ടൊന്നും പറയില്ല. എത്ര രൂപ വേണമെങ്കിലും എനിക്ക് കടം കിട്ടും. എന്താണെന്നറിയാം, എപ്പോൾ തരുമെന്ന് പോലും എന്നോട് ചോദിക്കില്ല. എത്ര രൂപ വേണമെങ്കിലും എനിക്ക് കടം കിട്ടും. കാരണം ഞാൻ കൃത്യമായി കൊടുക്കുമെന്നറിയാം. പ്രത്യേകിച്ച് കൊച്ചിയിൽ എനിക്ക് ഞാൻ ചോദിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും കടം തരുന്ന ആളുകളുണ്ട്, ഒരു മടിയും കൂടാതെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ കളിയാക്കും, കിട്ടുമ്പോൾ തരുമെന്ന് പറയും. ആ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറയും, കളിയാക്കി. പക്ഷേ
ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരുപാട് യോഗ്യരായ ആൾക്കാരുണ്ടായിരുന്നു. ചില മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് പൈസ മുടക്കി. അപ്പോൾ അങ്ങനെ ഒരു അല്ല, ചെറിയ ഒന്ന് അവരൊരു എടുത്തിയാട്ടം നടത്തിയതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു സിറ്റിംഗ് MLA വേണമെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താം. കാരണം അയാളെ സ്വാഭാവികമായിട്ട് വീണ്ടും കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ്സിലൊരു രീതി. ഞങ്ങൾക്ക് മൂന്ന് ടേമോ 2 ടേമോ 4 ടേമോ ഒന്നും അങ്ങനെ ഇല്ല. സാധാരണഗതിയിൽ പോവാം. അല്ലാത്ത ആളുകളുടെ ഒരു ക്ലാരിറ്റി വരുന്നതിന് മുമ്പ് അവർ പോസ്റ്റർ അടിക്കുക, പ്രചരണം നടത്തുക, അതൊരു നല്ല രീതിയല്ല, അതൊരു നല്ല രീതിയല്ല. പക്ഷേ അർഹതയുള്ള ആളുകളുണ്ട്, ഒരുപാട് പേർക്ക്. അർഹതയുള്ള പലർക്കും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് കുറേ കൂടെ സീറ്റ് കൊടുക്കണമായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഒരു വല്ലാതെ പ്രയാസം എനിക്കുണ്ട്. നമ്മൾ വലിയ വായിൽ വർത്തമാനം പറയുകയും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സത്യത്തിൽ ഒരു വലിയ കുറ്റബോധം സത്യമായിട്ടും തോന്നുന്നുണ്ട്. അത് പറ്റിയില്ല പല കാരണങ്ങളും. ഉമ്മൻചാണ്ടിയുടെ മോൾ ഇപ്പോൾ ഒരു തരംഗമാണ്. ഭയങ്കര എല്ലായിടത്തും നടന്ന വോട്ട് പിടിക്കുക, ഭയങ്കര ജനപ്രീതിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും അവരെ അന്ന് പരിഗണിച്ചിരുന്നോ? അല്ല, അത് അവരെ ഒരു തീരുമാനം എടുത്തവർ, കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നുള്ളത് തീരുമാനം എടുത്തവർ നമ്മൾ പരിഗണിച്ചായിരുന്നു. അല്ല, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നു. ഉറപ്പായിട്ടും അവർ വളരെ സജീവമായി സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ചാരിറ്റി ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എത്ര ഒരു സീറ്റ് പ്രവചിക്കാൻ കഴിയും? ഒരു ഏകദേശം ഞാൻ പറഞ്ഞത് 100-ലധികം സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. 100 ക്രോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ അസസ്മെൻറ്റ്. നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡിയിൽ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വന്നില്ലേ. ഞാൻ പലരോടും കൊല്ലം കോർപ്പറേഷൻ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കി, പരിഹസിച്ചെന്ന്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, കൊല്ലത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, അവർക്ക് പോലും ഇത് മനസ്സിലായില്ല അന്നത്തെ സംഭവം. പലരും എന്നോട് ചിരിച്ചു. ഞാൻ പറഞ്ഞു 4 കോർപ്പറേഷൻ ജയിക്കും, 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്, 8 or 9 കിട്ടാൻ ചാൻസ് ഉണ്ട്. 8ാമത്തെ കാസർഗോഡ് 1 സീറ്റിനാണ് പോയത്, 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിനാണ് പോയത്. 60% മീതെ മുനിസിപ്പാലിറ്റി ജയിക്കുമെന്ന് പറഞ്ഞു. 64% കിട്ടി. 55%, എനിക്ക് വേണമെങ്കിൽ 50 എന്ന് പറയായിരുന്നു, ഞാൻ 50 അല്ല പറഞ്ഞത്, 55 എനിക്ക് ഉറപ്പായിരുന്നു. 55% മീതെ ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറഞ്ഞു. 59 കിട്ടി. കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 100+ സീറ്റിലധികം ജയിക്കാനുള്ള പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. 1 ആൻറ്റി ഇൻകംബൻസി, 2 ഞങ്ങളുടെ പ്രിപ്പറേഷൻ, 1 സാമൂഹ്യ സാഹചര്യങ്ങൾ, 1 ഞങ്ങൾ ചെയ്ത ഒരു സോഷ്യൽ വർക്ക്. ഞങ്ങൾ ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ചെയ്യാത്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗോൾവക്കർ വിവാദം ശരിക്കും അതെന്താ സംഭവിച്ചത്? അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മുഖ്യമന്ത്രി അവിടെ ഒരു നുണ പറഞ്ഞു. 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിൽ ഞാൻ RSSൻ്റെ വേദിയിൽ പങ്കെടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിലെന്ന് പറഞ്ഞു. അത് തന്നെ പച്ചക്കള്ളമാണ്. ഇത് 2006 ഡിസംബർ 31 നടന്നൊരു പരിപാടിയാണ്. അവിടെ എന്ന് വെച്ചാൽ സംവാദമാണ്. ഞാൻ അങ്ങനെ കാണിച്ചു തരാം, പേഴ്സണലായിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് നോട്ടീസ് ഒരാൾ കൊണ്ടുവന്ന് തന്നു. ഒരാൾ ഈ 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാധനം ആരുടെ അടുത്ത് കിട്ടാണ്? സംവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത രാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും സംവാദം. ആ സംവാദത്തിന് ഒരു ആഘോഷ സമിതി എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടുത്തെ MLA ആണെന്ന്. അവിടെ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാനായതുകൊണ്ട് ആ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിളക്ക് കൊളുക്കുമ്പോൾ കുനിഞ്ഞ് നിൽക്കണ്ടേ, വിളക്ക് ചെറുതായതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് നിന്നു എന്നാണ് വാർത്ത. വിളക്ക് എന്നെക്കാളും പൊക്കമുള്ളതാണ് ഇങ്ങനെ കൊളുത്താം, വിളക്ക് എന്നെക്കാൾ താഴായതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് നിന്നു. അപ്പോൾ ചിത്രത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നു എന്നാണ് വാർത്ത. ഇതേ ചിത്രം CPM നേതാക്കന്മാരുടെ ഞാൻ കാണിച്ചു തരാം, എത്ര പേരെ വേണമെങ്കിൽ. ഞാൻ അവരെയൊന്നും അധിക്ഷേപിക്കാൻ നോക്കുന്നില്ല. പല പരിപാടിക്ക് പോയിട്ട് വായനയൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കുറവാണ്, എന്നാലും ഒരു 10 പേജെങ്കിലും വായിക്കും കിടക്കുന്നതിന് മുമ്പ്. പക്ഷേ സാധാരണ വായിക്കുന്ന അത്രയും വായിക്കില്ല. സാധാരണ ഒരു 50 പേജ് തൊട്ട് 100 പേജ് വരെ ഡെയിലി വായിക്കുന്നത്. ഇടയ്ക്ക് കയ്യിലുള്ള പുസ്തകം, ഇപ്പോൾ കയ്യിലുള്ള പുസ്തകം ഒരു ജാപ്പനീസ് പുസ്തകമാണ്. ഈ കറേജിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫറും ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ നടത്തുന്നൊരു സംവാദമാണ്. അതിന് മുമ്പ് വായിച്ചു ചേർത്ത ലാൻഡ് ട്രാപ്പ് എന്ന് പറഞ്ഞ് ഭൂമിയുടെ ചരിത്രം, ഭയങ്കര രസകരമായ ഒരു പുസ്തകമാണ്. ഭൂമിയുടെ എവല്യൂഷൻ ആണ്, ഭൂമിയുടെ പ്രസക്തി ലോകത്ത്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് അവർ ഡിക്ലെയർ ചെയ്യും കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണെന്ന്. ആ മുഖ്യമന്ത്രി ആരാണെങ്കിലും നമ്മൾ പിന്തുണയ്ക്കും. ഇത്രയും ഒരു പ്രതീക്ഷ. ഇത്രയധികം അല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ അസൈൻമെൻറ്റിനെ കുറിച്ചാണ്. എനിക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റാണ്. അതാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും
UDFനെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു മിഷനാണ്. ഞാനൊരു മിഷൻ മോഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നെക്സ്റ്റ് അസൈൻമെൻറ്റ് അത് വരട്ടെ. അതിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും, ഞാൻ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളാണെന്ന് അങ്ങേക്കറിയാലോ. വ്യക്തിപരമായി ചെറുപ്പത്തിൽ തൊട്ട്, നല്ല പ്രായത്തിൽ തൊട്ട്, പിന്നെ നല്ല ശീലമാണ് ഇപ്പോൾ അത് എനിക്ക്. ഓക്കെ, താങ്ക് യു.